ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ചെറിയ കാര്യമാണ്, എന്നാൽ അതൊരു വലിയ കാര്യം കൂടിയാണ് കേട്ടോ. അതായത് നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയുമ്പോൾ നമുക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. സ്യൂയിങ് മെഷീൻസ് റിപ്പയർ ചെയ്യാൻ അറിയില്ല, അങ്ങനൊരു സംഭവം കൂടി അതിൻ്റെ സൈഡിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് തയ്യൽ പഠിച്ചു കഴിഞ്ഞവർക്ക് തയ്ച്ച് വരുമ്പോൾ ഇടയ്ക്ക് ഉണ്ടാകുന്ന ഒരു പ്രയാസമാണ് മെഷീനിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രയാസം വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ വരുന്നത്. അതും വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം നമ്മൾ ചിലപ്പോൾ കുറേ കാലം കഴിഞ്ഞിട്ടായിരിക്കും അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയുന്നത്. അത് ചെറുതായിട്ട് ഒരു കാര്യമുള്ളൂ, അത് ശരിയാക്കിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. അതും വളരെ നിസ്സാര സമയം കൊണ്ട് ചെയ്യാൻ പറ്റാവുന്നൊരു കാര്യം. അപ്പോൾ നമ്മൾക്ക് ഉണ്ടായ ഒരു അറിവില്ലായ്മയാണ് കേട്ടോ. അതുമൂലം നമുക്ക് ഉണ്ടായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാലൊക്കെ കൊണ്ട് നല്ലോണം തയമ്പ് വന്നത്. ഒരുപാട് ഇങ്ങനെ തയ്ച്ചിട്ട് എന്നിട്ട് കാലിൻ്റെ അടിയിൽ നമുക്ക് ആ റെഗുലേറ്റർ ഉണ്ടല്ലോ, നമ്മുടെ കാലുകൊണ്ട് ചെയ്യുന്ന ആ റെഗുലേറ്റർ നമ്മൾ ചെയ്യുമ്പോൾ ചെയ്ത് കാലിൽ നമുക്കറിയ കാലിൻ്റെ അടിയിൽ നല്ലോണം തയമ്പ് വന്ന് നടക്കാനൊക്കെ നല്ല പ്രയാസം വന്നു കേട്ടോ. അത് സംഭവം നിസ്സാരമായിട്ടൊരു കാര്യമായിരുന്നു. പലരുടെയും ചോദിച്ചു, പക്ഷേ അവർ പറഞ്ഞനുസരിച്ച് ചെയ്തത് നമ്മൾ ഇതുപോലൊരു സ്യൂയിങ് മെഷീൻ റെഗുലേറ്റർ മാറ്റി വാങ്ങിക്കുക ചെയ്തത്. നമ്മളിതിങ്ങനെ കാലുകൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ അത് വർക്ക് ആവാണ്ട് വന്നു. കുറച്ച് കാലം ഉപയോഗിച്ചതിന് ശേഷം കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തു നിന്നുള്ള ആളുകളുടെ അടുത്ത് നമ്മൾ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു വീണ്ടും പുതിയതായിട്ട് ഒരെണ്ണം മേടിച്ച് വെച്ചോളൂ, അത് വർക്ക് ആവണില്ലെങ്കിൽ വേറെ ഒരെണ്ണം വാങ്ങിച്ചു തന്നു. അങ്ങനെ നമ്മൾ വീണ്ടും അതേപോലെ തന്നെ സ്യൂയിങ് മെഷീൻ്റെ റെഗുലേറ്റർ വീണ്ടും മേടിച്ചു. പക്ഷേ നമുക്കത് വർക്കായില്ല. എന്നിട്ട് വേറെ ആൾക്കാരോട് ചോദിച്ചപ്പോൾ അത് തന്നെ അവർ പറയുന്നത്. പക്ഷെ എന്താണെന്ന് മനസ്സിലായത് കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് വൈകി. എന്നിട്ട് ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് വീണ്ടും സ്ട്രഗിൾ തന്നെ ചെയ്യേണ്ടായി വന്നത്. അപ്പോൾ നിസ്സാരമായൊരു കാര്യമായിരുന്നു. ഇതുപോലൊരു ചെറിയൊരു കാർബണായിരുന്നു നമുക്ക് മാറ്റിയിടേണ്ടിയിരുന്നത്. പക്ഷേ ഇത് നമുക്ക് അറിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമുക്ക് കാലിനൊക്കെ തയമ്പ് വന്നു കേട്ടോ. നല്ല ബുദ്ധിമുട്ടുകളൊക്കെ നടക്കാനൊക്കെ വന്നു. അപ്പോൾ അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചു തരുന്നത്. നമുക്കിപ്പോൾ സ്യൂയിങ് മെഷീൻ്റെ റെഗുലേറ്റർ അല്ല നമ്മൾ മാറ്റിയിടേണ്ടത്. പ്രഷർ ഫുഡ് കാലുകൊണ്ട് ചവിട്ടുന്നത് വർക്ക് ആവുന്നില്ല എങ്കിൽ ഇതുപോലൊരു കാർബണാണ് നമ്മൾ മേടിച്ചേണ്ടത്. 2 കാർബണാണ് നമുക്ക് വാങ്ങിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് വാങ്ങിയിട്ട് നമുക്ക് എവിടെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ പറഞ്ഞു തരാം കേട്ടോ. ഇത് തരം മെഷീനാണെന്ന് പറഞ്ഞിട്ട് വേണം കേട്ടോ നമ്മൾ കാർബൺ വാങ്ങിക്കാനായിട്ട്. ഇതുപോലെ നമ്മൾ മോട്ടറിലാണ് കേട്ടോ നമ്മൾ ഈ സൈഡിലും അപ്പുറത്തെ സൈഡിലുമാണ് നമ്മൾ അഴിച്ചിട്ട് കാർബൺ മാറ്റിയിടേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രയാസം മാറിക്കിട്ടും. ഇത്രയും സിമ്പിളായൊരു കാര്യമാണ്. എനിക്കിങ്ങനെ ഒരുപാട് കാലം കാലിനൊക്കെ തയമ്പൊക്കെ വന്നിട്ട് ഭയങ്കര പ്രയാസപ്പെട്ട് ചെയ്യുന്നത് റെഗുലേറ്റർ മാറ്റിയിട്ടും ശരിയാവാണ്ട് വന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബോബിൻ കേസിലിടുന്ന നൂല് സൂചിയിലേക്ക് വരുന്നില്ല എങ്കിൽ ഈ വീഡിയോ കണ്ടു നോക്കൂ. പിന്നെ നൂല് കട്ട പിടിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടു നോക്കൂ. തയ്ക്കുമ്പോൾ തുണി നീങ്ങണില്ലെങ്കിൽ ഈ വീഡിയോ കണ്ടു നോക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, സീ യു.